നമസ്കാരം, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇന്ന് അതിരാവിലെയാണ് മാനന്തവാടി ടൗണിൽ കാട്ടാന എത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കൊമ്പൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ആരെയും ഉപദ്രവിച്ചില്ല, കാര്യമായ കൃഷിനാശവും വരുത്തിയില്ല. പക്ഷേ ജനം ഭയന്നു. കടകമ്പോളങ്ങൾ അടച്ച് നാട്ടുകാർ ജാഗ്രതയോടെ കൊമ്പന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. കർണാടകയിലെ ഹാസനിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടി കാട് കയറ്റിയ തണ്ണീർക്കൊമ്പനാണ് നഗരത്തെ വിറപ്പിച്ച് ഒരു പകൽ മുഴുവൻ നാടുവാണത്. ഒടുവിൽ 5:30 ആനയ്ക്ക് മയക്കുവെടി. കുങ്കിയാനകളുടെ സഹായത്തോടെ തണ്ണീർക്കൊമ്പനെ വീണ്ടും കാടുകയറ്റാൻ ഒരുങ്ങുകയാണ്. ഒരു പകൽ മുഴുവൻ മാനന്തവാടിയെ ആശങ്കയിലാക്കിയ തണ്ണീർക്കൊമ്പൻ കാട്ടാനയെ ഉടൻ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകും. മയക്കുവെടി വെച്ച തണ്ണീർക്കൊമ്പനെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റാൻ ശ്രമം തുടരുകയാണ്. ആനയുടെ കാലുകളിൽ വടം കെട്ടി. സുരേന്ദ്രൻ, സൂര്യൻ, വിക്രം എന്നീ കുങ്കിയാനകൾ സ്ഥലത്തുണ്ട്. പ്രദേശത്തെ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച തണ്ണീർക്കൊമ്പനെ വൈകിട്ട് 5:30 ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട് കയറ്റിയ ആനയാണ് ഇന്ന് രാവിലെ മാനന്തവാടിയിലെത്തിയത്. കൂടുതൽ വിവരങ്ങൾ സുർജിത് അയ്യപ്പത്തും സജോ ദേവസ്യയും നൽകും. മാനന്തവാടിയിൽ നിന്ന് ഇപ്പോഴും ആ ദൗത്യം തുടരുകയാണ്. സുർജിത്ത്, ഈ ആനയെ ഇന്ന് രാത്രി തന്നെ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഇപ്പോൾ നമുക്കറിയാം 5:30 ആദ്യം മയക്കുവെടി വെച്ചത്, പിന്നീട് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുത്തു. അത് ഈ ആനയുടെ ശരീരത്തിൽ പ്രതികരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ഈ ഡോസ് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാൻ കഴിയുക ഈ ഘട്ടത്തിൽ? വിജയകുമാർ, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ ആനയെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ വാഹനമുള്ള ഈ ആംബുലൻസ് ഉള്ള ഈ സ്ഥലത്തിൻ്റെ ഏതാണ്ട് 200 മീറ്റർ അകലെയായിരുന്നു ഈ കൊമ്പൻ നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്നും ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആനയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. വാഴത്തോട്ടമാണ് ഈ മേഖലയിൽ. ഇപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം റോഡ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ആനയെ കൊണ്ടുവരാൻ വേണ്ടി റോഡ് സജ്ജമാക്കിയിട്ടുണ്ട്. JCB സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡ് സജ്ജമാക്കിയിരിക്കുന്നത്. ആ റോഡിലൂടെ ഈ ആനയെ പതുക്കെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വലിയ രീതിയിൽ ഉള്ള ഉദ്യോഗസ്ഥർ താഴെ ഉണ്ട്. പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ആളുകളോട് മാറണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അത്തരത്തിൽ ആളുകളെ മാറ്റുന്നു. ഇവിടെ നിലവിൽ ഇപ്പോൾ ആനയ്ക്ക് വടം കെട്ടി ബന്ധിപ്പിച്ച ശേഷം 3 ആനകൾ, സൂര്യനും വിക്രമും ഒപ്പം തന്നെ കോന്നി സുരേന്ദ്രനും, ഈ 3 ആനകൾ ചേർന്നുകൊണ്ടാണ് ഈ ആനയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഏതാണ്ട് 200 മീറ്റർ അകലെയായിരുന്നു ഈ ആന നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന ശേഷം ഈ റോഡിലൂടെ നേരെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റും. അത് പ്രത്യേകം സജ്ജമാക്കിയ ലോറിയാണ്. അരിക്കൊമ്പൻ മിഷനിലും PT7 മിഷനിലും PM2 മിഷനിലും എല്ലാം ഇത്തരത്തിലുള്ള ലോറി സജ്ജമാക്കി അതിനകത്തേക്ക് കയറ്റിയ ശേഷം വടം കൊണ്ട് ബന്ധിച്ച് സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇന്ന് രാത്രി തന്നെ ഈ ആനയെ
ആനയെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം കർണാടക വനം വകുപ്പ് ഇന്ന് തന്നെ ഈ ആനയെ അവിടേക്ക് മാറ്റണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനം വകുപ്പ് ഈ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ദിപ്പൂർ വനമേഖലയിലെ ഹൂഡി എന്ന് പറയുന്ന റേഞ്ചിന് കീഴിലെ പ്രദേശത്ത് എത്തിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വനമേഖലയാണ്. ആ വനമേഖല കേന്ദ്രീകരിച്ചാണ് ആനയെ അവിടേക്ക് എത്തിക്കുക. എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഇന്ന് കൃത്യം 5:35 ഈ ആനയ്ക്ക് ആദ്യ മയക്കുവെടി നൽകുന്നത്. അതിനുശേഷം ബൂസ്റ്റർ ഡോസ് നൽകി. പിന്നീട് അത് മയങ്ങുന്ന സമയത്ത് അതിനുശേഷം കൃത്യമായ ഇതിലുള്ള പരിശോധന പൂർത്തിയാക്കി. ആ പരിശോധനയുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ആനയെ ഇവിടേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം കാഴ്ചയാണ്. ആളുകളെല്ലാം തന്നെ നിയന്ത്രിക്കുകയാണ്. ഈ പരിസര പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റുന്നു. ആനയ്ക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആ നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആന ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. അതിനായിട്ടുള്ള റോഡ് നേരത്തെ തന്നെ അല്പസമയം മുമ്പ് സജ്ജീകരിച്ച് അത് പൂർത്തിയായിട്ടുണ്ട്. കോന്നി സുരേന്ദ്രനും സൂര്യയും ഒപ്പം തന്നെ മറ്റൊരു കൊമ്പനായിട്ടുള്ള വിക്രമും ചേർന്നാണ്, കുങ്കിയാനകൾ, ഈ 3 ആനകളും ചേർന്നാണ് ഇതിനെ ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. അതിനുശേഷം ഈ ലോറിയിൽ നേരെ കൊണ്ടുപോകുന്നത് ബന്ദിപ്പൂർ വനമേഖലയിലേക്കാണ്. അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് എടവക പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ അലോസരപ്പെടുത്തിക്കൊണ്ട് ഈ ആന ഇറങ്ങിയത്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. ആളുകൾക്ക് നേരെ ആക്രമിക്കുകയോ വലിയ രീതിയിലുള്ള കൃഷിനാശം സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനുശേഷം ഈ ആന പിന്നീട് മാനന്തവാടിയുടെ നഗരഹൃദയത്തിലേക്ക് വരികയായിരുന്നു. മാനന്തവാടി പുഴ നീന്തിക്കിടന്നുകൊണ്ടാണ് ആന നഗരഹൃദയത്തിലേക്ക് വരുന്നത്. അവിടെ വെച്ച് നേരെ പോയത് കോടതിയുടെ ഭാഗത്താണ്. കോടതിയുടെ ഭാഗത്ത് 1 മണിക്കൂറോളം ഇത് ചുറ്റി നിന്നു. അതിനുശേഷം ഈ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കൊല്ലിയിലേക്ക് തുരത്തുകയായിരുന്നു. നഗരഹൃദയത്തിൽ തന്നെയുള്ള ഒരു കൊല്ലിയാണ്. അവിടേക്ക് തുരത്തി. അവിടെ വെച്ച് ഈ ആന ഏതാനും സമയം അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ അതൊന്ന് ചെരിഞ്ഞ് കിടന്നു. അതിനുശേഷമാണ് ഈ ആന പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ ഇറങ്ങിയത്. CCFൻ്റെ ഓർഡർ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ വനംവകുപ്പ് ഡാർട്ടിംഗ് ടീം ഇവിടേക്ക് എത്തുകയും അത്തരം നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫോറസ്റ്റ് വെറ്റിനറി സംഘമാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായത്. ആ ദൗത്യം വൈകിട്ട് 5:35 വിജയകരമായി പൂർത്തിയാക്കി. അതിനുശേഷം ഇവിടേക്ക് പിന്നീട് ഈ കുങ്കിയാനകളെ എത്തിച്ച ശേഷം ഈ ആന അതിനിടയിൽ അവിടെ നിലയുറപ്പിക്കുകയും അതിനുശേഷം ആന ഏതാണ്ട് മുന്നിലേക്ക് തന്നെ നടന്ന് നീങ്ങുകയുണ്ടായി. അതായത് ആദ്യം ഈ വെടിവെക്കുന്ന സമയം 30 മീറ്റർ മാത്രമായിരുന്നു RRT ടീമും ആനയും തമ്മിലുള്ള ഒരു അകലമുണ്ടായിരുന്നു. പിന്നീട് RRT ടീമും ഈ ആനിമൽ ആംബുലൻസും നിലകൊള്ളുന്ന ആ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്റർ അകലത്തേക്ക് ആന നടന്നുപോയി. ആ ആനയെ തിരിച്ച് എത്തിക്കുക എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി നിരവധി തവണ പടക്കം പൊട്ടിച്ചു. ഇതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയി ആനയുടെ ഒരു ആരോഗ്യനില പരിശോധിച്ച ശേഷം ആനയെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം നടപടികളിലേക്ക് കടക്കുകയാണ് വനംവകുപ്പ്. 3 കുങ്കിയാനകളുടെ കീഴിലായിരിക്കുന്നു ഇപ്പോൾ ഈ കാട്ടുകൊമ്പൻ. എന്തായാലും ഈ ഹാസൻ മേഖലയിലും ബേലൂർ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച, പ്രത്യേകിച്ച് ഈ വന മേഖലയോട് ചേർന്നുള്ള തോട്ട പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാണ്. ഈ കൊമ്പൻ തണ്ണീർ എന്നുള്ള പേരാണ് കർണാടക വനം വകുപ്പ് ഇതിന് നൽകിയത്. കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയാണ് ഇതിനെ പിടികൂടുന്നത്. ഇതിനെ മയക്കുവെടി വെച്ച് തന്നെ പിടികൂടുകയായിരുന്നു. ഇതിനുശേഷം നാഗർഹോളെ വനത്തിലേക്ക് മാറ്റി. നാഗർഹോളെ വനത്തിൽ നിന്നുമാണ് അത് കറങ്ങിത്തിരിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ വയനാട് എടവക ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. എടവക എന്ന് പറയുന്നത് വനമേഖലയല്ലാതിരുന്നിട്ട് കൂടി ഇത് എങ്ങനെ എത്തി എന്നുള്ളതാണ് എല്ലാവർക്കും അത്ഭുതം. ഇന്ന് പുലർച്ചെയാണ് ഈ ആനയെ കാണുന്നത്. അതിനുശേഷം ഏതാണ്ട് 12 മണിക്കൂർ സമയമെടുത്തു മയക്കുവെടി വെച്ച ശേഷം സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇതിനെ ബന്ദിപ്പൂർ വനമേഖലയിൽ ആക്കുന്നതോടെയാണ് ഈ ദൗത്യത്തിന് പൂർണ്ണ പരിസമാപ്തി ആവുകയുള്ളൂ. വിജയകുമാർ. തണ്ണീർ കൊമ്പൻ ദൗത്യം രാത്രി വൈകിയും തുടരുകയാണ്. സജോയും സുർജിത്തും വിവരങ്ങൾ നൽകും. രണ്ടുപേരും അവിടെ തുടരുക. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന റിപ്പോർട്ട് കൂടിയുണ്ട്. കർണാടക വനം വകുപ്പ് പ്രത്യേക ദൗത്യത്തിലൂടെ കാട് കയറ്റിയ തണ്ണീർ കൊമ്പനാണ് മാനന്തവാടി ടൗണിനെ വിറപ്പിച്ചത്. എങ്ങനെയാണ് തണ്ണീർ കൊമ്പൻ ഈ നാഗർഹോള വനത്തിൽ നിന്ന് മാനന്തവാടിയിൽ എത്തിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. 2 ആഴ്ച മുൻപ് ജനുവരി 16-ന് കർണാടകയിലെ ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്നുമാണ് ആനയെ പിടികൂടിയത്. ശ്രമകരമായിരുന്നു ദൗത്യം. 4 കുങ്കിയാനകൾ ഇടത്തും വലത്തും നിലയുറപ്പിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്.
ജനങ്ങൾക്ക് ഭീഷണിയാവുകയും മേഖലയിൽ വൻ കൃഷിനാശമുണ്ടാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കർണാടക വനവകുപ്പ് ആനയെ പിടികൂടാൻ തീരുമാനിച്ചത്. പിടികൂടിയ ശേഷമാണ് തണ്ണീർക്കൊമ്പൻ എന്ന പേരിട്ടത്. ശേഷം നാഗർഹോളെ വനത്തിൽ തുറന്നുവിട്ടു. നാഗർഹോളെ വനത്തിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് തണ്ണീർക്കൊമ്പൻ ഇന്ന് രാവിലെ വയനാട് എടവക പഞ്ചായത്തിലെ പായോടെത്തിയത്. എടവക പഞ്ചായത്തിൽ നിന്നും പുഴ നീന്തിക്കടന്ന് പിന്നീട് മാനന്തവാടി കോടതി പരിസരത്തേക്കും അവിടെ നിന്നും കൊല്ലിയിലേക്കും എത്തി. ടൗണിൽ നിലയുറപ്പിച്ചു. 24 വയനാട്. ഇങ്ങനെയാണ് തണ്ണീർക്കൊമ്പൻ നാഗർഹോള വനത്തിൽ നിന്ന് മാനന്തവാടിയിലെത്തിയത്. ആ ദൗത്യം മാനന്തവാടിയിൽ നിന്ന് തിരികെ അതിനെ കാട്ടിലേക്ക് തന്നെ അയക്കാനുള്ള ദൗത്യം തുടരുകയാണ്. സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും മാനന്തവാടിയിൽ നിന്ന്, ആ ദൗത്യ മേഖലയിൽ നിന്ന്. സജോ, ഇപ്പോൾ നേരത്തെ സുർജിത്ത് അത് വിശദീകരിച്ചിരുന്നു. ഇനി അതിനെ ഈ ആംബുലൻസിലേക്ക്, അതായത് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കൊണ്ടുവരണം. കുങ്കിയാനകളുടെ സഹായത്തോടെ അതിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന് വഴി ഒരുക്കുകയാണ് അവിടെ പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന്. രാത്രി തന്നെ ഇപ്പോൾ ഈ ബന്ദിപ്പൂരിലേക്ക് അതിനെ മാറ്റുകയും വേണം. അപ്പോൾ ഈ രാത്രിയാണ് എന്നതൊരു പ്രശ്നമാണ്, പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതിനെ അതിജീവിച്ച് ഈ ദൗത്യം രാത്രി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വനംവകുപ്പ് കരുതുന്നുണ്ടല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. രാത്രിയിൽ തന്നെ തണ്ണീർക്കൊമ്പനെ നാട് കടത്താനാകും എന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ദൗത്യസംഘവും വനം വകുപ്പും ഒക്കെയുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. കാരണം JCB ഉപയോഗിച്ച് വഴിയൊരുക്കുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ എലിഫന്റ് ആംബുലൻസ്, അഥവാ ഇതൊരു ലോറിയാണ്. അതിനുള്ളിൽ തടിയൊക്കെ വെച്ച് കയറൊക്കെ വെച്ച് കെട്ടി ഒരുക്കുന്ന സാധാരണ ഇത് പലപ്പോഴും ഇത്തരം ദൗത്യം നമ്മുടെ ആളുകൾക്ക്, പ്രേക്ഷകർക്ക് പുതുമയുള്ളതല്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനം ഇവിടെ തയ്യാറാക്കി നേരത്തെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ വാഹനം ഇവിടെ വഴിയൊക്കെ തയ്യാറാക്കി കുങ്കിയ ആനകൾ തണ്ണീർക്കൊമ്പനെയും ഇങ്ങോട്ടേക്ക് ആനയിച്ചുകൊണ്ട് എത്തിയാൽ ഈ വാഹനം അങ്ങോട്ടേക്ക് തിരിച്ച് അവിടെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയും. അവിടെ വെച്ചാണ് കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റുക. അതിനുശേഷം രാത്രിയിൽ തന്നെ നീങ്ങണം. അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. അത് ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കും, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലം ചെയ്യില്ല. നമുക്കിപ്പോൾ അവിടെ ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട RRT സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് അവർ വടമൊക്കെ കെട്ടി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആ തണ്ണീർക്കൊമ്പനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളെയെല്ലാം മറ്റൊരു ഭാഗത്തേക്ക് നീക്കി നിർത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. കാരണം ഇപ്പോൾ ഒരു 15-16 മണിക്കൂറൊക്കെ പിന്നിടുന്നു. അത്രയും സമയം തൊട്ട് ആശങ്കയുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ തൊട്ടടുത്തേക്ക് തന്നെ, അതായത് ഈ എലിഫന്റ് ആംബുലൻസ് ഉള്ള ഈ വാഹനമുള്ള സ്ഥലത്തിന് തൊട്ടടുത്തേക്ക് തണ്ണീർക്കൊമ്പനെ എത്തിച്ചിട്ടുണ്ട്. കുങ്കിയാനകൾ അവിടെ സഹായത്തോടു കൂടി 3 കുങ്കിയാനകളാണുള്ളത്. വിക്രം സൂര്യൻ, ഒപ്പം കോന്നി സുരേന്ദ്രൻ, 3 തലപ്പൊക്കമുള്ള ആനകളാണ്. പല ദൗത്യങ്ങളിലും ഇതിനകം പങ്കാളികളായിട്ടുള്ള, അത്രയും അനുഭവ സമ്പത്തുള്ള, ഇത്തരം വനം വകുപ്പിന്റെ ദൗത്യങ്ങളിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പങ്കാളികളായിട്ടുള്ള 3 കുങ്കിയാനകളാണ്. അവരുടെ സേവനമാണുള്ളത്. തൊട്ടടുത്തേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ ആംബുലൻസ്, അതായത് നമ്മുടെ ഈ എലിഫന്റ് ആംബുലൻസ് ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു 30 മീറ്റർ ദൂരത്തിലേക്ക് തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ 2ാം ഘട്ട ദൗത്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാഹനത്തിൽ കയറ്റുക, പിന്നീടുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എത്രയധികം മണിക്കൂറുകൾ മാനന്തവാടി നഗരം യഥാർത്ഥത്തിൽ ഇന്ന് അവരെല്ലാവരും ബന്ദികളാക്കപ്പെട്ടു എന്നതാണ് ഒരു വസ്തുത. പൂർണ്ണമായും നഗരം സ്തംഭിച്ചു. ആളുകൾക്ക് പല തോതിലുള്ള നിയന്ത്രണങ്ങൾ അനുഭവപ്പെട്ടു. ഏതാണ്ട് 2.5 പതിറ്റാണ്ട് മുൻപ് ഒരു ഇതുവഴി ഇതിന് സമീപത്തുകൂടി കടന്നുപോയി എന്നതൊഴിച്ചാൽ നഗരവാസ പ്രദേശത്തുള്ള ആളുകൾ മുൻപ് ഈ പ്രദേശത്തെ ഇങ്ങനെ ഭീതി വിതച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് ഒരു ദിവസം മുഴുവനായി തന്നെ ഇവിടെയുള്ള ആളുകൾ ഭീതിയുടെയും ആശങ്കയുടെയും ഒക്കെ മുൾമുനയിലായിരുന്നു. അത് ഏതാണ്ട് ഒഴിയുന്നു. ആ ഒഴിയുന്നതിന്റെ 2ാം ഘട്ടം വിജയകരമായ കുങ്കിയാനകളുടെ സഹായത്തോടെ തണ്ണീർക്കൊമ്പനെ
അവിടേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഒരു ലോറി, ഒരു പ്രത്യേക ലോറി, ഒരു എലിഫന്റ് ആംബുലൻസ് എന്ന തരത്തിൽ തന്നെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം ആ വാഹനത്തിനടുത്തേക്ക് ഈ തണ്ണീർക്കൊമ്പനെ എത്തിക്കും. 3 കുങ്കിയാനകൾ, അത് 3 ഭാഗത്തു നിന്ന് ഈ ആനയെ ഏതാണ്ട് വളഞ്ഞു എന്ന മട്ടിൽ തന്നെയാണ് മുന്നോട്ട് നീക്കുന്നത്. വളരെ സാവധാനമാണ് ഈ സംഘത്തിൻ്റെ യാത്ര. അത് ആംബുലൻസിൽ, ആനിമൽ ആംബുലൻസ് അല്ലെങ്കിൽ എലിഫന്റ് ആംബുലൻസ്, അതിന് ബന്ദിപ്പൂരിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലോറിയാണ്, ഒരു വാഹനമാണ്. നേരത്തെ നമുക്കറിയാം അരിക്കൊമ്പൻ ദൗത്യത്തിൽ സമാനമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അത്തരം കാഴ്ചകൾ തന്നെയാണ് വീണ്ടും മാനന്തവാടിയിലും ആവർത്തിക്കുന്നത്. രാത്രി വൈകി ഈ സംഘത്തിൻ്റെ യാത്ര രാത്രി വൈകി നടക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. ഒരിക്കൽ കൂടി സുർജിത്ത്, ഏതാണ്ട് എലിഫന്റ് ആംബുലൻസിന് സമീപത്തേക്ക് ഈ കുങ്കിയാനകൾ ഈ തണ്ണീർക്കൊമ്പനെ നയിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലേ? ഒരു കുങ്കിയാന ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ കുങ്കിയാന ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ബാക്കി 2 കുങ്കിയാനകൾ ഈ ആനയുടെ അടുത്ത് തന്നെയാണ്, കാട്ടാനയുടെ അടുത്ത് തന്നെയാണെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ആ മേഖല പൂർണ്ണമായും ഇരുട്ടാണ്. ഇവിടെയുള്ള ആകെ ഉണ്ടായിരുന്ന ലൈറ്റ് സംവിധാനം എല്ലാം തന്നെ അടച്ചിരിക്കുകയാണ്. JCBയുടെ ഒരു ലൈറ്റ് മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു കുങ്കിയാന നമുക്ക് തൊട്ട് മുന്നിലായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കുങ്കിയാനയെ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. മറ്റു കുങ്കിയാനകൾ ഇതുവരെ എത്തിയിട്ടില്ല. അത് ഈ ആനയുടെ, അതായത് ഈ തണ്ണീർ എന്ന് വിളിക്കുന്ന ഈ കാട്ടുകൊമ്പൻ്റെ അടുത്താണ് ഉണ്ടാവുക എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസ് അവിടേക്ക് ആ ഭാഗത്തുണ്ട്. അതായത് ഈ മയക്കുവെടി വെച്ച ആനയുടെ അടുത്ത് ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. എന്തായാലും അവർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതായത് ആനയുടെ ഒരു ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ വിലയിരുത്തിയ ശേഷം അതിനെ പതുക്കെ ഇവിടേക്ക് ഈ കുങ്കിയാനകളുടെ സഹായത്താൽ എത്തിക്കാനാണ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുങ്കിയാനയെ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ നേരിടാനുള്ള ആ ഒരു സജ്ജമാക്കി നിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 ആനകളുടെ അകമ്പടിയിലാണ് ഈ കാട്ടാന കടന്നു വരിക എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. എന്തായാലും ആ ദൗത്യം അല്പസമയത്തിനകം തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും. ഈ ആനയ്ക്ക് കയറാൻ പാകത്തിന് ഈ ലോറി, ആനയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു താൽക്കാലിക വഴി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് കുങ്കിയാനകൾ ഈ തണ്ണീർക്കൊമ്പനെ തെളിച്ചുകൊണ്ട് വരുന്നത്, നയിച്ചുകൊണ്ട് വരുന്നത്. പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, തണ്ണീർക്കൊമ്പന് ഈ മയക്കുവെടി ഏറ്റതിന് ശേഷം വെള്ളം കൊടുത്തോ, ആഹാരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ചോദ്യം സജോയോടും സുർജിത്തിനോടും ചോദിക്കാം. തണ്ണീർക്കൊമ്പനെയും എലിഫന്റ് ആംബുലൻസിൽ കയറ്റാൻ ശ്രമം തുടരുകയാണ്. അതിനടുത്തേക്ക് ആനയെ കുങ്കിയാനകൾ നയിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിന് വഴിയൊരുക്കുകയാണ് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ചേർന്നുള്ള പ്രത്യേക സംഘം. ഏതാണ്ട് 5:30 അതിന് ആദ്യ ഡോസ് മയക്കുവെടി ഏറ്റതാണ്. മണിക്കൂറുകൾ ഇത്രയും കഴിയുന്നു. അതിനെ വളരെ വേഗത്തിൽ തന്നെ ഈ എലിഫന്റ് ആംബുലൻസിൽ കയറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ അധിക ഡോസ് വീണ്ടും അതിന് നൽകേണ്ടി വരും. അതുകൊണ്ട് അത്തരം റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വളരെ വേഗത്തിൽ ഈ ദൗത്യം പൂർത്തിയാക്കി ഇവിടെ നിന്ന് ബന്ദിപ്പൂരിലേക്ക് തണ്ണീർക്കൊമ്പനെ കൊണ്ടുപോകുക, അതിനാണ് ഇപ്പോൾ വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സജോ വിവരങ്ങൾ നൽകും. സജോ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇനി എത്ര സമയം കൂടി വേണ്ടിവരും ഈ പ്രത്യേകം തയ്യാറാക്കിയ എലിഫന്റ് ആംബുലൻസിലേക്ക് ഈ കാട്ടുകൊമ്പനെ കയറ്റാൻ? എങ്ങോട്ടാ വരുന്നത്? യെസ്, തണ്ണീർക്കൊമ്പൻ ദൗത്യം രാത്രി വൈകിയും തുടരുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയൊരു ആൾക്കൂട്ടം അവിടെയുണ്ട്. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോലീസ് ഇതിനിടെ മാറ്റുകയും ചെയ്തു. ആ കൊമ്പനെ അവിടേക്ക് ഭാഗത്തേക്കാണ്, അവിടെയാണ് എലിഫന്റ് ആംബുലൻസ് സജ്ജമാക്കിയിരിക്കുന്നത്. അതിൻ്റെ യാത്രയ്ക്കുള്ള വഴിയൊരുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. സജോ, കേൾക്കാമെങ്കിൽ ഇനി എത്ര ദൂരമുണ്ട് ഈ ആംബുലൻസിന്, എലിഫന്റ് ആംബുലൻസിൻ്റെ അടുത്തേക്ക് ഈ ആനയെ എത്തിക്കാൻ? അവിടെ എത്തിച്ചാൽ പിന്നെ വളരെ വേഗത്തിൽ ആ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയാക്കാൻ കഴിയും എന്ന് കരുതാം, അല്ലേ?
വിജയകുമാർ, ഈ എലിഫന്റ് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിക്കുക, ആദ്യം ഇവിടെ ഒരു കുഴി പോലെ ഒരു ഭാഗമെടുത്ത് ഈ വാഹനം, അതായത് ഈ ലോറി ഒരു താഴ്ന്ന ഭാഗത്തേക്ക് നിർത്തുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ വാഹനത്തിലേക്ക് ഈ തണ്ണീർക്കൊമ്പനെ കയറ്റാൻ കഴിയും കുങ്കിയാനകളെ ഉപയോഗിച്ച്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ JCB ഉപയോഗിച്ച് കുഴിച്ച് അല്പം താത്തുകയാണ്. ആ കുഴിച്ച ഭാഗത്തേക്ക് ഒരു ചെരിവുണ്ട്, അങ്ങോട്ടേക്ക് വാഹനം ഇറക്കി നിർത്തും. അങ്ങനെ വരുമ്പോൾ ഈ വാഹനം താഴെ നിൽക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ലോറിയിലേക്ക്, ഈ എലിഫന്റ് ആംബുലൻസിലേക്ക് ഈ തണ്ണീർക്കൊമ്പനെ കയറ്റാൻ കഴിയും. ഇപ്പോൾ ഈ കുഴിയെടുക്കുന്ന ഭാഗത്തു നിന്നൊരു 30 മീറ്റർ അടുത്ത് തന്നെ തണ്ണീർക്കൊമ്പനെ എത്തിച്ചു നിർത്തിയിട്ടുണ്ട്. 3 കുങ്കിയാനകൾ എല്ലാ വശത്തും, അതായത് 2 വശത്തും പിൻഭാഗത്തുമായി 3 കുങ്കിയാനകളുടെ സാന്നിധ്യവുമുണ്ട്. അങ്ങനെ കൃത്യമായി ഇവിടെ നിന്ന് ഈ കുഴിയെടുക്കുന്ന ഭാഗത്തു നിന്നൊരു 30 മീറ്റർ അടുത്ത് എത്തിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് പൂർത്തിയായാൽ ഈ എലിഫന്റ് ആംബുലൻസ് അഥവാ ആ ലോറി ഇങ്ങോട്ടേക്ക് എടുക്കും. അതായത് തടിയൊക്കെ കെട്ടി കൃത്യമായി ഒരു കൂടിൻ്റെ സ്വഭാവത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിച്ചു നിർത്തും. അങ്ങനെ വരുമ്പോൾ ആ ലോറി താഴ്ന്നു നിൽക്കും. വളരെ വേഗത്തിൽ തന്നെ ലോറിയിലേക്ക് എളുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറ്റാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2ാം ഘട്ട ദൗത്യം ഏതാണ്ട് പൂർണ്ണ വിജയത്തോടുകൂടി തന്നെ അടുത്തിരിക്കുന്നു. അതിനിപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ കാത്തിരിപ്പ് മാത്രമേ യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തണ്ണീർക്കൊമ്പനെ മയങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. ഒപ്പം 2 ആഴ്ചയ്ക്കിടെ 2ാമത്തെ മയക്കുവെടിയാണ് അതിന് കിട്ടുന്നത്. അത്തരം സാഹചര്യങ്ങളൊക്കെയുണ്ട്. അത് കുറേ കൂടി സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് JCB ഉപയോഗിച്ച് ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക കുഴിയുടെ സ്വഭാവത്തിലുള്ള ഒരു ഭാഗം ഒരുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ലോറി താഴ്ന്നു നിൽക്കും. വളരെ വേഗത്തിൽ തന്നെ കയറ്റാം. ഒരു JCB ഇപ്പോൾ ആ ഭാഗം ഒരുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 30 മീറ്റർ അടുത്ത് തന്നെ ഈ തണ്ണീർക്കൊമ്പനെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 2ാം ഘട്ട ദൗത്യം ഏതാണ്ട് വിജയത്തോട് അടുക്കുകയാണ്. വിജയകുമാർ. ശരി സജോ, നമുക്ക് അല്പസമയത്തിനകം അവിടെ നിന്നുള്ള കൂടുതൽ വാർത്തകളിലേക്കും മറ്റ് ദൃശ്യങ്ങളിലേക്കും മടങ്ങി വരാം. ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. കർണാടക വനപാതയിൽ കാർ നിർത്തി കാട്ടാനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തു. ഫോട്ടോ എടുക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ നിന്നും യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ കാർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. മുത്തങ്ക ബന്ദിപ്പൂർ ദേശീയപാതയിൽ കർണാടകയിലെ അബ്ബള്ള വളവിലായിരുന്നു സംഭവം. കാട്ടാനക്കൂട്ടത്തെ കണ്ട് കാർ നിർത്തിയ യുവാക്കൾ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. തലപ്പുഴ കണ്ണോത്തുമല സ്വദേശി സവാദ് പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള വനമേഖലകളിൽ വാഹനങ്ങൾ നിർത്താൻ പാടില്ലെന്ന കർശന നിയമമുണ്ട്. ഇത് പാലിക്കാതെയാണ് യുവാക്കൾ കാർ നിർത്തിയിറങ്ങിയ ശേഷം ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത്. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള കാറാണ് ദൃശ്യത്തിലുള്ളത്. ഈ കാർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. ഈ വഴിയുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 ബംഗളൂരു. മലപ്പുറം ഇടക്കര ടൗണിൽ ഭീതി വിതച്ച് കാട്ടുപോത്ത്. പുലർച്ചെ 4 മണിയോടെ എത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് കാടുകയറ്റി. 4 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട് കയറ്റിയത്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ മമ്പാടും രാമൻകുത്തിലും കാട്ടുപോത്തിറങ്ങിയിരുന്നു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി ലഭിക്കാത്തതിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. SFIO അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നെങ്കിലും ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് തള്ളി. ഇതോടെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവും ROC റിപ്പോർട്ടും SFIO അന്വേഷണവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാത്യു കുളനാടനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ചട്ടപ്രകാരം അടിയന്തര പ്രമേയം അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം 52 ക്ലോസ് 9, 53 എന്നിവ അനുസരിച്ച് ഈ നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ്. ഒരു ചട്ടലംഘനവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഒരു ക്ലോസും വയലേറ്റ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങയുടെ റൂളിങ്ങിനെ പക്ഷേ ഒരു തരത്തിലും ക്ലോസ് ചെയ്യുന്നില്ല. എല്ലാ ബഹുമാനത്തോടെയും ചട്ടം വായിക്കുന്നെന്ന് സ്പീക്കർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എല്ലാ ബഹുമാനവും അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം. പ്ലീസ്.
ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ബാനറുകളും പ്ലക്കാർഡും ഉയർത്തി പ്രതിഷേധം. പിന്നാലെ സഭ വിട്ടിറങ്ങി. 50 1 കോടി ആളുകൾ ലോകമെമ്പാടും ഇതുമൂലം മരിക്കാനിടയുണ്ട്. മറുപടി പറയാതെ നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. നിയമസഭയ്ക്കകത്തും പുറത്തുമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദമുയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. അതേസമയം എക്സാലോജിക് കമ്പനിക്കെതിരായ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമെന്നും അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായി വിജയനെ എങ്ങനെ കുടുക്കാമെന്ന് മാത്രമാണ് കേസിന് പിന്നിലെ അജണ്ട. കേസുമായി ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജിന് BJP ഭാരവാഹിത്വം നൽകിയത് ഇതിന് പിന്നിൽ ആര് എന്നതിന് വ്യക്തമാക്കുന്നുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. സോളന്റെ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താത്തതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ. അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, കേസിന്റെ ഭാഗമായിട്ട് ഇനി 4 മാസത്തെയും 8 മാസത്തെയും അന്വേഷണം വരട്ടെ, അപ്പം നമുക്ക് നോക്കാമെന്ന്. നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഭയമില്ലാന്ന്. VC-മാർക്ക് അന്ത്യശാസനം. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ മരവിപ്പിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ നാമനിർദ്ദേശം ചെയ്ത അധ്യാപകരുടെ പത്രിക സർവകലാശാല രജിസ്ട്രാർ തള്ളിയതിന് പിന്നാലെയാണ് ഗവർണറുടെ ഈ നടപടി. പത്രിക തള്ളിയതിൽ വിശദീകരണം നൽകാൻ വൈസ് ചാൻസലറോട് രാജ്ഭവൻ ആവശ്യപ്പെട്ടു. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധികളെ ഉടൻ അറിയിക്കണമെന്ന് 8 സർവകലാശാലകളോട് ചാൻസലർ നിർദ്ദേശിക്കുകയും ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത P. രവീന്ദ്രൻ, TM വാസുദേവൻ എന്നിവരുടെ പത്രികകളാണ് രജിസ്ട്രാർ തള്ളിയത്. യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ജയിച്ചവരല്ല ഗവർണറുടെ നോമിനികൾ എന്നാണ് വിശദീകരണം. ഇതോടെ ഗവർണറും നിലപാട് കടുപ്പിച്ചു. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്തു. പത്രിക തള്ളിയതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് രാജ്ഭവൻ സെക്രട്ടറി കാലിക്കറ്റ് VC-ക്ക് കത്ത് നൽകി. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അറിയിക്കാൻ സ്ഥിരം VC-മാരില്ലാത്ത 8 സർവകലാശാലകളോടും ആവശ്യപ്പെട്ടു. ഇത് 2ാം തവണയാണ് പ്രതിനിധിയെ ആവശ്യപ്പെട്ട് സർവകലാശാലകൾക്ക് കത്ത് നൽകുന്നത്. കഴിഞ്ഞ തവണ നിർദ്ദേശമായിരുന്നെങ്കിൽ ഇത്തവണ താക്കീതിന്റെ സ്വരമാണ്. സ്ഥിരം VC-മാരില്ലാത്ത 8 സർവകലാശാലകളിൽ യോഗം ചേർന്ന് 1 മാസത്തിനകം നോമിനിയെ നിശ്ചയിച്ച് നൽകണം. നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി വിധിപ്രകാരം സ്വന്തം നിലയ്ക്ക് കമ്മിറ്റി രൂപീകരിക്കുമെന്ന താക്കീതും ചാൻസലർ നൽകുന്നുണ്ട്. 24 തിരുവനന്തപുരം. തമിഴകത്തെ നീക്കങ്ങൾ. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് നടൻ വിജയ്. തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് വ്യക്തമാക്കി. നിലവിലുള്ള സിനിമകൾ പൂർത്തിയായാൽ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് താരത്തിന്റെ പ്രഖ്യാപനം. വിജയ് മക്കളിയക്കം പ്രവർത്തകരുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് അവസാനമായത്. കൊട്ടിഘോഷങ്ങളില്ലാതെ ലളിതമായൊരു കുറിപ്പിലൂടെയാണ് ആരാധകരുടെ ദളപതി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. വിജയുടെ പാർട്ടി തമിഴക വെട്രി കഴകം എന്നറിയപ്പെടും. വിജയ് മക്കളിയക്കം ജനറൽ കൗൺസിൽ തീരുമാനപ്രകാരം ചെയർമാൻ ബുസിയാനന്ദ് ഡൽഹിയിലെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്ട്രേഷനുള്ള അപേക്ഷ നൽകി. വിജയ് അധ്യക്ഷനായി പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ തമിഴ്നാട്ടിൽ എല്ലായിടത്തും ആരാധകർ ആഘോഷം തുടങ്ങി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും തമിഴക വെട്രി കഴകത്തിന് സ്വീകരണം. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന പ്രസ്താവനയിൽ വിജയ് വ്യക്തമാക്കി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. 1 കോടി ആളുകളെ പാർട്ടിയിൽ ചേർക്കാനാണ് ആദ്യഘട്ടത്തിലെ ശ്രമം.
മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാകില്ലെന്നാണ് നിലപാട്. നിലവിലെ സിനിമകൾ പൂർത്തിയായാൽ അഭിനയം അവസാനിപ്പിക്കുമെന്നാണ് വിജയ് നൽകുന്ന സൂചന. 24 ചെന്നൈ. മാനന്തവാടിയെ ആശങ്കയിലാക്കിയ തണ്ണീർക്കൊമ്പൻ കാട്ടാനയെ ഉടൻ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകും. ദൗത്യം അവസാന ഘട്ടത്തിലാണ്. കൊമ്പനെ JCBയുടെ തൊട്ടടുത്തെത്തിച്ചു. ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്ക്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.